സമസ്ത ഉപാധ്യക്ഷനും മുസ്ലിം ലീഗ് പാർലമെന്ററി ബോർഡ് ചെയർമാനുമായിരുന്ന സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പുത്രനും SKSSF സംസ്ഥാന പ്രസിഡന്റുമായ സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ന്യൂസ് 26നോടൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് ഓർമ്മകളും തങ്ങളുടെ നിലപാടുകളും നമുക്ക് ഹമീദ് അലി ശിഹാബ് തങ്ങളോട് ചോദിക്കാം. തങ്ങളെ അസ്സലാമു അലൈക്കും. എല്ലാ കാലത്തും കേരളത്തിൻ്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതൃത്വം നിലനിൽക്കുന്ന ദേശമാണ് പാണക്കാട്. രാജ്യം ഇപ്പോൾ പുതിയൊരു തെരഞ്ഞെടുപ്പ് ചൂടിലാണല്ലോ. പാണക്കാട് തറവാട്ടിലെ പഴയകാല തെരഞ്ഞെടുപ്പുകളെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളെ തങ്ങൾ എങ്ങനെയാണ് ഓർക്കുന്നത്? അതായത് പൂക്കോയ തങ്ങൾ, ശിഹാബ് തങ്ങൾ തുടങ്ങിയവരുടെ ആ കാലങ്ങളെ. എൻ്റെ ചെറുപ്പകാലം ഇപ്പം ശിഹാബ് തങ്ങളുടെ കാലഘട്ടമാണ്. ഇലക്ഷൻ പര്യടനത്തിന് ഇവരൊക്കെ പോകുന്ന മുത്താപ്പയും എളാപ്പയും പാപ്പയൊക്കെ പോകാറുണ്ട് പര്യടനങ്ങൾക്ക്. പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കൊടപ്പനക്കൽ തറവാട്ടിൽ വെച്ചാണ് നടക്കാറുള്ളത്. ലീഡേഴ്സൊക്കെ അവിടെ വന്ന് കൂടിയാലോചിച്ച് പിന്നെ ശബ്ദങ്ങൾ പ്രഖ്യാപിക്കും. പിന്നെ നോമിനേഷൻ കൊടുക്കുന്നതും ഒക്കെ എല്ലാവരും അവിടെ വന്ന് അങ്ങനെ കളക്ടറേറ്റ് പോയിട്ടാണ് കൊടുക്കാറുള്ളത്. അതൊക്കെ എല്ലാവരും അനുഭവമായിരുന്നു ചെറുപ്പകാലത്ത്. സമസ്തയിലും മുസ്ലിം ലീഗിലും കണിശമായ നിലപാട് സ്വീകരിച്ച് ഒന്നിച്ച് ജനങ്ങളെ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ഈ സമയത്ത് പിതാവിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? മതവും രാഷ്ട്രീയവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ ഉപ്പ തന്ന മാതൃകകൾ എന്തൊക്കെയായിരുന്നു? പിതാവ് സമസ്തയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അധ്യക്ഷനായിരുന്നു. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ എല്ലാ പരിപാടികളും പങ്കെടുക്കുകയും ചെറുപ്പം മുതലേ ലീഗിൻ്റെ ഇവിടുത്തെ അന്നത്തെ ഗ്രീൻ കാർഡ്, ഇന്നത്തെ വൈറ്റ് കാർഡ് മുകളിൽ അതിലൊക്കെ ക്യാപ്റ്റനായിട്ടും ഇതൊക്കെ അപ്പോൾ പ്രതിച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. പിന്നെ സമ്മേളനങ്ങൾക്കൊക്കെ ലോറിയിലൊക്കെ പോയതായിട്ടാണ് പറയാറുള്ളത്. അന്ന് ഇവരുടെ ഈ ഇവിടുത്തെ സാധാരണ പ്രവർത്തകരോടൊപ്പം തന്നെ പല ഇടങ്ങളിലും പോയി അതിനെക്കുറിച്ചൊക്കെ നമ്മളോട് അതിനുള്ള അനുഭവം പങ്കുവെക്കാറുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഡമ്മിയേറ്റ് ഇബ്രാഹിം സുലൈമാൻ സാഹിബിൻ്റെ ഡമ്മിയേറ്റൊക്കെ നന്നായിട്ട് പത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നെ അവിടെ ഓരോ വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കാനും സ്ലിപ്പ് കൊടുക്കാനൊക്കെ സജീവമായിട്ട് ഇടപെടാറുണ്ട് ഇവിടെ പ്രാദേശികമായിട്ട്. പിന്നെ മറ്റ് പിന്നെ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിന് വേണ്ടിയൊക്കെ തന്നെ പോകാറുണ്ട്. സംസ്ഥയും മുസ്ലിം ലീഗും ഒരേപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ആ ചിന്താഗതിയാണ് എന്നും മനുഷ്യാർത്ഥങ്ങളിൽ ഉണ്ടായിരുന്നത്. രണ്ടും വളരെ അനിവാര്യമാണ് എന്നുള്ള ആ പിതാവിൻ്റെ പുകാത്തങ്ങൾ കാണിച്ചു കൊടുത്ത പാതയിലൂടെ തന്നെയാണ് മനുഷ്യാർത്ഥങ്ങൾ സഞ്ചരിച്ചത്. ഒരു പോറലും രണ്ടിനും ഏൽക്കരുത് എന്നുള്ള ആ മേഖലയിൽ തന്നെയാണ് സഞ്ചരിച്ചത്. അതാണ് നമുക്ക് നൽകിയ പാഠം അത് തന്നെയായിരുന്നു. സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്നു സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. എന്നാലും തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ രാഷ്ട്രീയത്തിലിറങ്ങുകയും സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വലങ്കൈയായി ഉമർ അലി തങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് നമ്മളൊക്കെ അനുഭവിച്ചതാണ്, കണ്ടതാണ്. അക്കാലത്ത് എങ്ങനെയാണ് ജനങ്ങളുടെ അത്ഭുതകരമായ ഒരു ചേർന്നു നിൽപ്പ് സാധ്യമായിരുന്നത്? ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്ന് ഈ ഒരു മഹത്തായ ചേർന്നു നിൽപ്പിന് വിള്ളലുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് തോന്നുന്നില്ല. ആരാണ് അങ്ങനെ ഒരു ഗൂഢശ്രമം നടത്തുന്നത്? സമസ്തയും മുസ്ലിം ലീഗും എന്നും ചേർന്നുകൊണ്ടുള്ള പാതയാണ് നമുക്ക് മുൻകാലം മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള യാഥാർത്ഥ്യം. വാഫക്കിതങ്ങളുടെയും മുക്കാത്തങ്ങളുടെയും കാലഘട്ടം മുതൽ തന്നെ സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ തന്നെ ഒരുമിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും ഒരുമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. കാരണം മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ള ആ സന്ദേശമാണ് അവർക്ക് തന്നെ നൽകിയിട്ടുള്ളത്. അതിലൂടെ തന്നെയാണ് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനകരമായ അസ്തിത്വവും ഈ ഉയർച്ചയും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മതമേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പിന്നോക്കം നിന്നിരുന്ന നമ്മുടെ മലബാർ മേഖലയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മതപരമായ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ തന്നെ സാധിച്ചിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് ബഹുമാനപ്പെട്ട കാദിമുൽ ഇസ്മായിൽ സാഹിബ് മുതൽ തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച പാരമ്പര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് ഒരിക്കലും തന്നെ പുറപ്പെടുപ്പിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ്
അന്ന് മുതലേ നാം സംരക്ഷിച്ച് പോരേണ്ടത്. അതാണ് എപ്പോഴും നാം ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യവും അത് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പല വിധത്തിലുള്ള പ്രചരണങ്ങളും മുസ്ലിം ലീഗിനെതിരെയൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് വേണ്ടത്ര രീതിയിൽ ഈ ചരിത്രം പഠിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ രൂപത്തിൽ മുൻകാലങ്ങളിലെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥയുടെയും നിലപാടുകളും പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പഠിച്ചിരുന്നെങ്കിൽ ആരും തന്നെ ഇങ്ങനെ മുസ്ലിം ലീഗിനെ എതിരെ നിലപാടെടുക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ്. അതെ അതെ, തങ്ങൾ പറഞ്ഞതുപോലെ ഗതകാലത്തെ വിസ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ മുൻഗാമികളുടെ ചരിത്രം മറന്നു പോകുമ്പോഴുമൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഷംസുൽ ഉലമയും പൂക്കോയ തങ്ങളും ചേർന്നു നിന്ന് സാധ്യമാക്കിയ അത്ഭുതകരമായ നമ്മുടെ അസ്തിത്വ മേന്മയെ ക്ഷയിപ്പിക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം ഇവിടെ മുസ്ലിം ലീഗ് വളരുന്നത് മതപരമായ മേഖലയിലെ അടിത്തറയിലൂടെയാണ് എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ള CPM പോലെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ ചിന്താഗതികൾ അത് തകർക്കാൻ മുസ്ലിം ലീഗിലും സമസ്തയിലും ഭിന്നിപ്പുണ്ടാക്കി പരസ്പരം ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഈ ഒരു ഐക്യത്തെ തകർക്കണമെന്നുള്ള ലക്ഷ്യമാണ് മുസ്ലിം ലീഗിൻ്റെയും സമുദായത്തിൻ്റെയൊക്കെ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില ആളുകൾ വീണു പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐക്യത്തിന് ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചിലരുടെ മോശം സമീപനങ്ങൾ പലപ്പോഴും ഈ ഭിന്നിപ്പിന് വളം വെക്കുന്നുവെന്ന് തോന്നിയിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും പ്രചരണങ്ങളും ഒക്കെ തന്നെ ഇന്ന് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമുദായത്തിനിടയിൽ ഉള്ള ഈ ഭിന്നിപ്പ് അത് വലിയ ഒരു തകർച്ചയിലേക്ക്, സമുദായത്തിൻ്റെ നേട്ടങ്ങളുടെ തകർച്ചയിലേക്കായിരിക്കും അത് നീങ്ങുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങ് വീണ്ടും SKSSFിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുകയാണ്. മതപരമായ അച്ചടക്കം പോലെ തന്നെ പ്രധാനമാണല്ലോ ഇക്കാലത്ത് വളർന്നു വരുന്ന തലമുറയുടെ രാഷ്ട്രീയ ബോധവും. കാരണം നിരീശ്വര ലിബറൽ സ്വാധീനത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ ഇത് രണ്ടും അനിവാര്യമാണ്. ഇനിയുള്ള കാലം അത് എത്രമാത്രം എളുപ്പമാകുമെന്നാണ് തങ്ങൾ കരുതുന്നത്? നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മതനിരാസവും യുക്തിവാദവും ലിബറൽ ചിന്താഗതികളൊക്കെ തന്നെ ഇന്ന് സമൂഹത്തിൽ വളരുകയും അത് ഇന്ന് കലാലയങ്ങളിലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാലഘട്ടമാണ്. മാത്രമല്ല പല യുക്തിവാദികളുടെയും മത വിരുദ്ധ ചിന്താഗതികളുടെയും ഒക്കെ തന്നെ ആളുകളുടെ പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുകയും അവരുടെ വേഷവിധാനങ്ങൾ പോലും പിഴുതെറിയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇവിടെ പ്രസംഗങ്ങൾക്ക് നടത്തിയവരാണ്. അവരുടെ ലക്ഷ്യം ഇസ്ലാമിക സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്ത് ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ ആത്മീയമായ മുന്നൊരുക്കവും ചൈതന്യവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ സംഘശക്തിയും ഒക്കെ തന്നെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. തങ്ങളെ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ഈയിടെ ആളുകളെ ഫോൺ വിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമങ്ങൾ നടന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നല്ലോ. അത് സംബന്ധമായി തങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി. ഈ ചെയ്തിയെ, ഈ ഒരു ദുഃഖകരമായ പ്രവർത്തനത്തെ എങ്ങനെയാണ് തങ്ങൾ കാണുന്നത്? SKSSFിൻ്റെ സംഘടനാ സംവിധാനങ്ങളെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പറ്റുമോ? സമസ്തക്കും പോഷകങ്ങൾക്കും ഇത് രാഷ്ട്രീയമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വ്യക്തിപരമായ രാഷ്ട്രീയമാകും. പക്ഷേ ഈ സംഘടന സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ SKSFിൻ്റെ ആളുകളാണ്, SKSFിൻ്റെ ജില്ലാ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തകന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വിളിച്ചു എന്ന് പറഞ്ഞ പല ആളുകളും എന്നിൽ പരാതി പറയുകയും ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ടി വന്നത്. കാരണം നമുക്കറിയാം SKSFിൻ്റെ നേതൃത്വത്തിൽ ഈ സംഘടന സെറ്റപ്പ് അത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത്തരത്തിലുള്ള ആളുകൾ അതിൽ നിന്ന് പിന്മാറുകയും
ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശനമായ നടപടിയും സ്വീകരിക്കുന്നതാണ് എന്ന് ഉണർത്തുന്നു. ഏക സിവിൽ കോഡ് ഉൾപ്പെടെ പൗരത്വ നിയമം അടക്കമുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. ഒപ്പം ജനാധിപത്യവും മതേതരത്വവും ഒരു ചോദ്യചിഹ്നം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യം വലിയ ഭീഷണികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ വോട്ടർമാരോട്, പ്രത്യേകിച്ച് യുവതലമുറയോട് എന്താണ് തങ്ങൾക്ക് പറയാനുള്ളത്? ഏക സിവിൽ കോഡ് അതുപോലെ തന്നെ പൗരത്വ ബില്ലൊക്കെ തന്നെ ഇവിടെ നടപ്പിലാക്കുകയും നടപ്പിലാക്കാൻ വേണ്ടി BJP ഗവൺമെൻറ് പ്രവർത്തിക്കുകയും കൊണ്ടിരിക്കുമ്പോൾ അത് തടയിടാൻ കോൺഗ്രസ് മുന്നണിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ ഏക സിവിൽ കോഡിനെതിരെയും അതുപോലെ തന്നെ പൗരത്വത്തിനെതിരെയുള്ള വെല്ലുവിളി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, കോൺഗ്രസ്സാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇവിടെ പതിറ്റാണ്ടുകളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ന്യൂനപക്ഷ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഭരണഘടനാ സംരക്ഷണത്തിനും സാധ്യമാകുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. കാരണം നമുക്കറിയാം, ഇവിടെ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടും അവരിങ്ങനെയുള്ള നിയമം പാസ്സാക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ഭരണഘടനയെ സംരക്ഷിക്കാനും മതേതര മൂല്യം സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ സീറ്റിലും കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇവിടെ സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനും ഭരണഘടന സംരക്ഷിക്കാനൊക്കെ തന്നെ കോൺഗ്രസ്സിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ UDF-ന് നൽകണമെന്ന് കൂടിയാണ് സാന്ദർഭികം ഉണർത്താനുള്ളത്. വളരെ വലിയ സന്തോഷം തങ്ങളെ ഈ വലിയ തിരക്കിനിടയിലും ഞങ്ങൾക്ക് അല്പസമയം തന്നതിന്.